ആത്മലോകത്തുനിന്ന് ഭഗവാന്റെ അടുത്തുനിന്ന് ഈ ഭൂമിയിലേക്ക് വന്ന സമയത്ത് ഈ ജലത്തുള്ളി ആത്മാവാകുന്ന ഈ ശുദ്ധ പവിത്ര കണിക അതതിൻ്റെ സ്വാഭാവിക സ്വഭാവത്തിലാണ് ഇറങ്ങി വന്നത്. പക്ഷേ ഈ നാടകശാലയിൽ 4 പാദങ്ങളിലൂടെ പ്രകൃതിയുടെ ആധാരം എടുത്ത് ശരീരം എടുത്ത് ശരീരബോധത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ, ഉയർന്ന ഊർജ നിലവാരത്തിൽ നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ശരീരബോധത്തിലേക്ക്, ആത്മബോധത്തിൽ നിന്ന് ശരീരബോധത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മളിൽ ധാതുലവണങ്ങളും മാലിന്യങ്ങളും ഒക്കെ പിടിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ 4ാമത്തെ പാദത്തിൽ എത്തി നിൽക്കുന്ന നമുക്ക് നമ്മുടെ എനർജി ലെവൽ ഇത്രയും കുറഞ്ഞതുകൊണ്ട് നമുക്ക് സൂര്യകിരണങ്ങൾ വേണം. ഏത് സൂര്യൻ? നമ്മുടെ സൂര്യനാണ് പരമാത്മ. പരമാത്മാകുന്ന ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങളേറ്റ് നമ്മളിലെ അഴുക്കുകളെല്ലാം ഭഗവാനാകുന്ന കടലിൽ നിമഞ്ജനം ചെയ്തിട്ട് ആത്മാവാകുന്ന ഈ ശുദ്ധ ജലക്കണികയ്ക്ക് എന്ത് ചെയ്യണം? തിരിച്ച് വീട്ടിലേക്ക് പോകണം. എവിടെ നിന്ന് വന്നോ അവിടേക്ക് നമുക്ക് പോകണം. ഏറ്റവും ഉയർന്ന ഊർജ നിലവാരത്തിലേക്ക് പോകണം. ഏറ്റവും ഉയർന്ന ഊർജ നിലവാരത്തിലേക്ക് പോയി ഏറ്റവും ഉയർന്ന രീതിയിൽ വീണ്ടും നമുക്ക് നാടകം കളിക്കണം. ആ ഒരു മാറ്റത്തിൻ്റെ ടൈമാണിത്.